ഹലോ, അസ്സലാമു അലൈക്കും. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു ചിക്കൻ കറി ഉണ്ടാക്കട്ടെ. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പാത്രത്തിലേക്ക് ഓയിൽ ഒഴിക്കുക. ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട്, ഇതിൽ ഗ്രാമ്പൊന്നും ഇല്ല കേട്ടോ. ഗ്രാമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പട്ട, ഏലക്കായ, ലീഫിട്ട്, പിന്നെ 4 മീഡിയം സൈസ് ഉള്ളിയാണ്. ഒരു 4 മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ നേരിയതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടുക. ഒരു 6 അല്ലി വെളുത്തുള്ളി, നല്ല വലിയ വെളുത്തുള്ളിയാണ്. ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തത്, ചതച്ചത് ഇട്ടെടുത്ത് നന്നായി മൂക്കുന്ന വരെ ഇളക്കുക. ഉള്ളിയിൽ നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി 3 നല്ലൊരു മീഡിയം സൈസ് തക്കാളി, 2 പച്ചമുളകുമാണ് അതിട്ട് കൊടുക്കുക. ഇട്ടിട്ട് അത് നന്നായിട്ട് വാടുന്ന വരെ വെക്കാം. കുറച്ച് നന്നായി വഴറ്റിയിട്ടാകുമ്പോൾ ഒന്ന് അടച്ചു വെച്ചാൽ നന്നായിട്ട് വാടിക്കോളും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നാൽ നല്ലോണം വാടിക്കോളും. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വാടിയിട്ടുണ്ട്. എല്ലാം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായി വാടി. അതിന് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ടെടുത്തേ, കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഇളക്കിയെടുക്കട്ടെ. നന്നായിട്ടൊന്ന് വേവിക്കട്ടെ. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കൻ ചെറുതായി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്തേക്ക്, അതുകൊണ്ട് സൗണ്ട് ഉണ്ടോ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിക്കുന്നുണ്ടാകും, ഇത് ഇളക്കുന്നത് കാണിച്ചതാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിന് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് ചിക്കൻ്റെ ആ വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കാം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റെല്ലാം ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ നിങ്ങൾ എന്താ പറയുക, കറിയിലിടുന്ന പോരായ്മകളുണ്ടെങ്കിലും എല്ലാം ഒന്ന് അറിയിക്കുക. അപ്പല്ലേ നമ്മളും മാറ്റം വരുത്താൻ പറ്റുള്ളൂ. കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വേവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നു. ചാറ് എത്ര വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, എന്നാലും ക്വാണ്ടിറ്റി എത്ര വേണ്ടതെന്നൊക്കെ കണക്കായിട്ട് ഒഴിച്ചു കൊടുക്കും. തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണേ. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും ആ കറിക്ക് കുറച്ച് ടേസ്റ്റ് കുറയും. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറി റെഡി. ഒന്നുകൂടി പറയുന്നത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ഇത് ഞാൻ പുട്ടിന് വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റായി ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഇനി അത് പുട്ട് ചുട്ടെടുക്കാം. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് തേങ്ങ ഇടുന്നുണ്ട്. പുട്ട് ആദ്യം ആ പൊടി കുഴച്ചതിന് ശേഷം ഞാൻ തേങ്ങ ഇടാണ്ട് എല്ലാം ഒന്ന് ആവി കയറ്റി എടുക്കും. വെറുതെ ആവി കയറ്റി എടുത്തതിന് ശേഷമാണ് പിന്നെ തേങ്ങ ഇട്ടിട്ട് വേവിക്കുക. അങ്ങനെ എല്ലാവരും ചെയ്യലുണ്ടോ ഒന്നും എനിക്കറിയില്ല. നമ്മളങ്ങനെ ചെയ്യല്. ഇങ്ങനെ ചെയ്യുമ്പോൾ പുട്ട് ഒന്നുകൂടി സോഫ്റ്റ് ആവും. ഇതിപ്പോൾ എല്ലാ പുട്ടുകൂടി ആവി കയറ്റി വെച്ച് ഇനി ഇത് തേങ്ങയും ഇതുമായിട്ട് മിക്സ് ചെയ്ത് പുട്ട് വിട്ടെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി പുട്ടും റെഡിയായി. ചിക്കൻ കറിയും പുട്ടും കോമ്പിനേഷൻ അടിപൊളിയാട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. കഴിച്ച് നോക്കണേ. ഇനി അതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് ബ്രെഡ് പൊരിക്കാൻ, നോമ്പ് പൊരിക്കാൻ, മുഹറം 9-ൻ്റെ നോമ്പല്ലേ, 9ഉം 10ഉം അല്ലേ, അപ്പോൾ 9ൻ്റെ നോമ്പ് പൊരിക്കാൻ വേണ്ടി ബ്രെഡ് എഗ്ഗിൽ മുക്കി ഫ്രൈ ചെയ്യുന്നു. ഞാൻ അമ്മയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ബൈ.